ഈ ഒരു വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, അനുമോളും ഫിറോസും തമ്മിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്. രണ്ടുപേരും പൊളിറ്റിക്സിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, രണ്ടുപേരും ഇല്ല. ഫിറോസ് ഖാനാണെങ്കിൽ തനിക്ക് കിട്ടിയ ഫെയിം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇതാ അവസാനം ചീഞ്ഞ് നാറിയെന്ന് പറയാം. ഇപ്പോഴത് അനുമോളുടെ മേക്കിട്ടേക്കാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോട്ടെ. ഇന്നലെ നമ്മൾ ഏകദേശം ഈ ഒരു സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഗുരുമന്ത്ര ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും എന്നൊക്കെ അറിയാതെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ഒഫീഷ്യലി നിങ്ങളെല്ലാവരും അറിയിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രത്തോളം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അത്രമാത്രം 24 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത്രമാത്രം എൻക്വയറീസ്, അത്രമാത്രം ഓർഡർ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരുടെയും ഓർഡർ ഇന്നാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ എല്ലാവരുടെയും ഓർഡർ നല്ല ഡിസ്പാച്ച് ആകും കേട്ടോ. അപ്പോൾ എനിക്ക് ഓർഡർ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ നന്ദി എനിക്ക് വാക്കുകളിൽ മാത്രം ഒതുക്കി കളയാനായിട്ട് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഗൈസ്, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട്, എനിക്ക് തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് വാക്കുകൾ മാത്രം ഒതുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഓഫറും കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഓഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകളാണ് കേട്ടോ ഓരോരുത്തർ വാങ്ങിയത്. അവരുടെ ആവശ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു. ഇതൊക്കെയായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ചിലവരൊക്കെ ഓക്കെ ആണോ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകളാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അവരുടെ ആവശ്യം അനുസരിച്ച് ഉള്ള ബ്രേസ്ലെറ്റിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സാണ് കിട്ടിയത്. അപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ് വാങ്ങിയവർക്കും ഞാനത് ഇന്നത്തെ ഓർഡറിൽ, കഴിഞ്ഞ ദിവസത്തെ ഓർഡറിൽ എല്ലാവർക്കും ഞാനൊരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമ്മൾ 100% ഫ്രീ ആയിട്ടാണ്. റേക്കി എനർജൈസിങ് ഫ്രീ ആണ്, ഷിപ്പിംഗ് ഫ്രീ ആണ്. അതിനോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സിനും ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇനിയിപ്പോൾ അടുത്ത 100 ഓർഡറിന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓപ്ഷൻസും കൂടി വെക്കാമെന്ന് കരുതി. ഈ ബ്രേസ്ലെറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പൈറേറ്റ് ബ്രേസ്ലെറ്റ് ആണ്. 6 mm പൈറേറ്റ് ബ്രേസ്ലെറ്റ്. അതുപോലെ തന്നെ റെയിൻബോ ഓറ ഹെമിറ്റേറ്റ് ബ്രേസ്ലെറ്റ് ആണിത്. പിന്നെ കരിങ്ങാലി. ഈ 3 ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാൻ പോകണം. നിങ്ങൾ അടുത്ത 100 ഓർഡർ, അത് എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്താലും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രേസ്ലെറ്റ് ആണോ വേണ്ടത് ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവാം കേട്ടോ. അടുത്ത 100 ഓർഡറിന് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്താലും ഞാൻ ഫ്രീ ആയിട്ട് തരാൻ പോവാം കേട്ടോ. കാരണം അത്രമാത്രം സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് ഈ 24 മണിക്കൂറിനുള്ളിൽ തന്നത്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, അപ്പോൾ എനിക്ക് ആ സന്തോഷം നന്ദിയും വാക്കുകളിൽ മാത്രം ഒതുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിങ്ങൾ നോക്കിയാലും ഇതിൻ്റെ റേറ്റ് അറിയാം. നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മുടെ സൈറ്റിൽ കൊടുക്കുന്നത്, നമ്മുടെ പേജിൽ കൊടുക്കുന്നത്. മാത്രമല്ല ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. എല്ലാം നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇതിൽ ഏതാ നിങ്ങൾക്ക് വേണ്ടത്, എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തരുകയാണ്. ഇത് എനിക്ക് നിങ്ങളോട് സ്നേഹം ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഞാനൊരു നമ്പർ വെക്കാം, നമ്മുടെ വാട്സപ്പ് നമ്പറാണ്, ഗുരുമന്ത്രയുടെ വാട്സപ്പ് നമ്പർ. നിങ്ങളുടെ ഓർഡർ ഇതിൽ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പ്രോഡക്റ്റാണ് ഗുരുമന്ത്രയിൽ ഉള്ളതെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഗുരുമന്ത്ര പേജ്, ഇൻസ്റ്റാ പേജിൽ പോവുക. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗുരുമന്ത്ര നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഗുരുമന്ത്ര പേജിൽ DM ചെയ്താലും മതി. ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമുക്ക് സംസാരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഏത് പ്രോഡക്റ്റ് ആണോ ഫൈനലൈസ് ചെയ്യാം. ആ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരാണ്. ഇതുണ്ടല്ലോ മണി മാഗ്നറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരും ഓർഡർ ചെയ്തിരിക്കുന്നത് മണി മാഗ്നറ്റ് ആണ് കേട്ടോ. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നമുക്ക് പൈസ വരുമോ? വെറുതെ അങ്ങോട്ട് പൈസ വരുമോ? എന്നാൽ പിന്നെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, വെറുതെ ബ്രേസ്ലെറ്റ് ധരിച്ചിരുന്നാൽ പോരെ. അങ്ങനെയല്ല കേട്ടോ. പണത്തെ ആകർഷിക്കുന്ന ഒരുപാട് സ്റ്റോൺസ് ഈ ഒരു ബ്രേസ്ലെറ്റിലുണ്ട്. ഗ്രീൻ അവഞ്ചർ, ടൈഗർ ഐ, സിട്രീൻ, അങ്ങനെ ഒരുപാട്
സ്റ്റോൺസ് ഈ ബ്രേസ്ലെറ്റിലുണ്ട്. ഇതൊക്കെ പണത്തെ ആകർഷിക്കും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളുണ്ടല്ലോ, ഇത് പണത്തെയും സമൃദ്ധിയെയും ഭാഗ്യത്തെയൊക്കെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ പേജിൽ ഞാൻ ഇട്ടേക്കാം. അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഓർഡർ ചെയ്തോളൂ. ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിരിക്കുന്നതും ഈ മണി മാഗ്നറ്റിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾ ഒരു സ്റ്റോറി ഇടുന്നുണ്ടല്ലോ, പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അനുമോൾ ഒരു രാഷ്ട്രീയ വ്യക്തിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അനുമോൾ ആ പാർട്ടിയാണ് ഈ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു രീതിയിലേക്ക് കഥ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സഖി കെട്ടിട്ട് അനുമോൾ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് വരെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അപ്പുറം ഇപ്പോൾ ഫിറോസില്ലേ, നമ്മുടെ സീസൺ 3 ഫിറോസും സജ്ജന കപ്പിൾസ് ആയിട്ടാണല്ലോ വന്നത്. ലാലേട്ടൻ മാസ്ക് ഒക്കെ കൊടുത്തു. കാരണം വായിന്ന് വരുന്നത് അത്ര മനോഹരമായ വാക്കുകളായതുകൊണ്ട്, അല്ലെങ്കിൽ അത്ര മനോഹരമായ ഭാഷയായതുകൊണ്ട് തന്നെ ലാലേട്ടൻ പലതവണ വാണിംഗ് കൊടുത്തു, ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു. എന്നിട്ട് അത് ആവർത്തിച്ചതുകൊണ്ട് മാസ്ക് എത്രണ്ടോ ദിവസങ്ങളിൽ മാസ്ക് ഒക്കെ ധരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഭാര്യനെയും ഭർത്താവിനെ. സജ്ജനെ ഞാനൊന്നും പറയുന്നില്ല, നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു, നല്ല രീതിയിൽ തന്നെ അവിടെ കളിച്ചത്. പക്ഷെ ഫിറോസിന്റെ വായ നാക്കുകൊണ്ടാണ് അവരെ പുറത്താക്കിയത് ലാലേട്ടൻ. എന്തിനാ പുറത്താക്കിയത്? ഒരു സ്ത്രീയെ ആക്ഷേപിച്ചതിന്റെ പേരിൽ, അനാവശ്യം പറഞ്ഞതിന്റെ പേരിൽ. രമ്യ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, പുറത്തായതാണ്. പിന്നീട് വീണ്ടും ആള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വന്ന ശേഷം വളരെ മോശമായിട്ടുള്ള ആക്ഷൻസ് ഫിറോസ് കാണിച്ചു. പിന്നീട് എന്തോ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാനിതിവിടെ പറയുന്നില്ല. അങ്ങനെ മോശം കാര്യങ്ങളൊക്കെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് അവിടെ വെച്ചിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ബിഗ് ബോസും ലാലേട്ടനും ഒന്നും നോക്കിയില്ല, ആളെ പിടിച്ച് അങ്ങോട്ട് പുറത്താക്കി. അതായത് ഫിറോസിന് തോന്നിയ കാര്യം വായി തോന്നിയ കോതയ്ക്ക് പാട്ട് ആളങ്ങോട്ട് പറയും. ആളുടെ സ്വഭാവം അതാണ്. പുറത്തിറങ്ങിയിട്ട് മണിക്കൂട്ടൻ വിജയിച്ചിട്ടും മണിക്കൂട്ടൻ്റെ നെഞ്ചത്തേക്കാണ് പോകേണ്ടായിരുന്നത്. അവിടെ വെച്ച് മണിക്കൂട്ടൻ്റെ വാലാട്ടി നടക്കാൻ നോക്കിയ ആളാണ്. ഇതാ പുറത്ത് വന്നിട്ട് ഇപ്പോൾ പറയാണ്, പുറത്ത് വന്നിട്ട് പറയേണ്ടത് വേറെ പല കാര്യങ്ങളാണ്. ഈ പുള്ളിക്കാരനെ ജയിക്കാനുള്ള ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് അടിപൊളി കത്തി ജ്വലിച്ച് നിൽക്കുമായിരുന്നല്ലോ. എന്നിട്ട് എന്ത് കാര്യം? ഇതേ വായിലെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് ടീം അങ്ങോട്ട് പുറത്താക്കി. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സജ്ന, ആളുടെ വൈഫായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിവോഴ്സാണ് എങ്കിൽ പോലും പിരിഞ്ഞിരിക്കുകയാണ്, ഡിവോഴ്സ്ഡാണ്. പക്ഷേ നല്ലൊരിതായിരുന്നു. ആദ്യത്തെ ഡിവോഴ്സ് നല്ല കേട്ടോ ഈ പറയുന്ന ഫിറോസിൻ്റെ. അതിന് മുമ്പ് കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പതിയൊക്കെ നേരിട്ടുണ്ടെങ്കിൽ ഒരുപാട് അന്ധമായ ഫാൻസും ഉണ്ടായിരുന്നു ഫിറോസിന്. പക്ഷെ എന്ത് കാര്യം, അപ്പോൾ ഫിറോസ് എന്താ ചെയ്തിരിക്കുന്നത്? അനുമോളുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. BJP ഉള്ളവർ എല്ലാവരും നല്ല വ്യക്തികൾ, കള്ളത്തരം അറിയില്ല, ബിഗ് ബോസ് വിജയി അനുമോൾ. ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അനുമോൾ പറഞ്ഞു, അനുമോൾ ഒരു പാർട്ടിയിലും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സൈബർ സെല്ലുമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ നമ്മുടെ ഫിറോസ് ഖാൻ്റെ അടുത്തൊരു ആ കമൻറ്റിന് പുള്ളി തന്നെ പുള്ളിയുടെ പേജിൽ ഈ ഫോട്ടോ ഇട്ടിട്ട്, ഈ പോസ്റ്റ് ഇട്ടിട്ട് അതിൽ പുള്ളി തന്നെ ഒരു കമൻറ്റ് കൊടുത്തിരിക്കുകയാണ്. 100% ബിഗ് ബോസ് വിജയിയാകാൻ യോഗ്യതയുള്ള സത്യസന്ധയായ ഈ വിന്നർ പറയുന്നത് എത്രമാത്രം ശരിയാണ്. തൻ്റെ പ്ലാച്ചിയെ, ഡോൾ എന്ന് ബ്രാക്കറ്റിൽ, തൻ്റെ പ്ലാച്ചിയെ പോലെയുള്ള സത്യസന്ധരാണ് BJPയിലെ എല്ലാവരും എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഇമോജി വെച്ചിട്ടുണ്ട്. അത് അനുമോൾ ആക്കിക്കൊണ്ടുള്ള ഇതാണ്. അതിന് ചുട്ട മറുപടിയാണ് അനുമോൾ കൊടുത്തിട്ടുണ്ട്. അനുമോളുടെ മറുപടി ഇതാണ് ഗൈസ്: നാട്ടിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ അവയെ നേരിടാൻ ആരും മുന്നോട്ട് വരുന്നില്ല. പക്ഷേ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട കാര്യങ്ങൾ ചേർത്ത് സ്വന്തം സ്റ്റോറി ഉണ്ടാക്കി പോസ്റ്റ് ഇടാൻ മാത്രം ചിലർക്ക് വലിയ ആവേശമാണ്. ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് സപ്പോർട്ടോട് കൂടി വന്നതാണ്. പുള്ളിക്ക് ഈ നാട്ടിൽ പുള്ളിയുടെ വാക്കിന് വില കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അതൊന്നും ചോദിക്കാനും പറയാനും ഫിറോസിന് സമയമില്ല. ഫിറോസിന് എന്താ അനുമോളുടെ പിന്നാലെ നടക്കാതെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള എല്ലാവരുടെയും പിന്നാലെ നടന്ന് അവർ കൊള്ളൂല, അവർക്ക് യോഗ്യതയില്ല, ഇവർക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറയലാണ് ഫിറോസിൻ്റെ പരിപാടി. ഓരോ സീസൺ കഴിയുമ്പോഴും ആൾ വരും. പുള്ളിയുടെ ഫാൻസ് പേജ് അറിയാലോ, എന്തോരം ഫാൻസ് പേജ് ഉണ്ടായത്. പിന്നെ പുള്ളിയുടെ സ്വഭാവ ഗുണം കൊണ്ട് ആ പേജൊക്കെ ഇപ്പോൾ വേറെ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരിലൊക്കെ ആയി. അതിൽ ഒരു പേജിൻ്റെ അഡ്മിൻ ആയിരുന്നു കേട്ടോ ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ അത്രത്തോളം ഉണ്ടായിരുന്നു പുള്ളിയുടെ നാവ് ഗുണം. അതേ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലാണ്ട് ഇപ്പോഴും വന്നിരിക്കുകയാണ്. വെറുതെ എന്തിനാണ് ഇങ്ങനെ സ്വയം നാറുന്നത്? ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് വന്നിട്ട് എല്ലാവരും ഒരു ഫെയിം ഉണ്ടാക്കും. പുറത്തിറങ്ങിയിട്ട് ഈ ഫെയിം എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാതെ അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുകയാണ് ഓരോരുത്തർ. അതിന് പറ്റിയത് എന്തെങ്കിലുമൊക്കെ കാട്ടൊക്കെ വിട്ടു. ഇതാ ഇപ്പം അനുമോളെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അനുമോളെ പിടിച്ചിരിക്കുന്നു.
എന്തായാലും അതിനുള്ള ചുട്ട മറുപടി അനുമോൾ കൊടുത്തിട്ടുണ്ട്. ഫിറോസിനോട് എനിക്ക് പറയാനുള്ളത്, ഫിറോസ് കാണാനൊന്നും സാധ്യതയില്ല, അഥവാ എനിക്ക് പറയാനുള്ളത് ഫിറോസിന് ചെയ്യാൻ എത്ര നല്ല കാര്യങ്ങളുണ്ട്, അത് വല്ലതും പോയി ചെയ്യാം. എന്തിനാണ് പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളോടാണല്ലോ താങ്കൾക്ക് ഈ ഒരു ഇമാതിരി സ്വഭാവം കാണിക്കുന്നത്? പെണ്ണുങ്ങളോടാണല്ലോ തൻ്റെ പുള്ളിയുടെ സീസണിലുള്ളവരോടും പെണ്ണുങ്ങളോട് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സ്ത്രീ വിരോധിയാണോ? അല്ല, ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോറിയൊക്കെ പുള്ളിക്കാരൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്ന സ്ത്രീ വിരോധിയാണെന്ന്. ഈ ഫിറോസിൻ്റെ ഈ ഒരു പോസ്റ്റ് എത്രത്തോളം സീരിയസ് ആക്കിയിട്ട് അനുമോൾ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചുട്ട മറുപടി അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വ്യാജ പോസ്റ്റുകൾക്കെതിരെ സൈബർ ആക്ഷൻ എടുക്കാനാണ് അനുമോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി അനുമോൾ തന്നെ സ്റ്റോറി ആയിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നവരോട് അത്തരത്തിലുള്ള ആക്ഷൻസ് തന്നെയാണ് എടുക്കേണ്ടത്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാലും ഫിറോസ് ഇപ്പോൾ അനുമോളുടെ നേർക്ക് വന്നത് എന്തിനായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുക ഗൈസ്? എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ എല്ലാവരും മറന്നു. അപ്പോൾ പുള്ളിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പുള്ളിക്കാരൻ അനുമോളെ പിടിച്ച് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത എൻ്റെ ഓരോ പ്രേക്ഷകർക്കും മനസ്സിൽ തൊട്ടുകൊണ്ടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ വിശ്വസിച്ചതിന് നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാവരും ഉണ്ടാവണം. ചിലവർക്കൊക്കെ നമ്മൾ വോയിസ് ഒക്കെ ഇടുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സത്യം പറഞ്ഞാൽ ചിലവരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രമാത്രം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമല്ല, നന്ദിക്കപ്പുറം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ടുള്ള നമ്മൾ ചെയ്തു തരാം. കൂടാതെ ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തരാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മറക്കാണ്ട് വേഗം നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. അടുത്ത 100 ഓർഡറിനെയാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും